നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീനയെ രേവതിക്കുട്ടി ജോമോന്റെ ആൽബവും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അതിനുള്ളിൽ ജോമ മാത്രമല്ല, ജോമ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരുടെ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ, അത് മാത്രമല്ല രണ്ടുപേരും കൂടെ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാനായിട്ട് ഇരുന്നായിരുന്നു. അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു. എല്ലാം ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് സങ്കടമായി. അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്ന് കണ്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, എനിക്കും ആദ്യം ഇതൊക്കെ തന്നെയായിരുന്നു. പാവ ആൻറ്റിക്കും അങ്കിളിനും എന്ത് സങ്കടമുണ്ടെന്ന് അറിയാവോ? പിന്നെ ഇവിടെ വന്ന സമയത്ത് ഒരു മുറി മാത്രം അടഞ്ഞു കിടക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതെ അങ്കിൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മുറി തുറക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു അലീന ചേച്ചി എന്ന് പറയാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മുറിയൊക്കെ ഞാൻ ആൻറ്റിയോട് പറഞ്ഞ് തുറന്ന് അതിനകത്ത് ഞാൻ ആ തിരിയെ കത്തിച്ച് വെച്ചേന്ന് പറയണം. അലീന ചേച്ചിക്ക് മുറി കണ്ടേന്ന് ചോദിക്കാം. വരാനും പറഞ്ഞുകൊണ്ട് അലീനയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നീട് ആ മുറിയിലേക്ക് കയറി ആ മുറിയെ കാണിച്ചു കൊടുക്കുകയാണ്. അലീന അത്ഭുതത്തോടു കൂടി നോക്കി. ഇപ്പോഴും അതിനകത്ത് ഒരാൾ താമസിക്കുന്ന പോലെ നല്ല മുറി നല്ല നീറ്റാക്കി ഇട്ടിരിക്കുന്നു. പിന്നീട് അലീനയുടെ ചെങ്ങനെയുണ്ട് മുറി, കൊള്ളാമെന്ന് ചോദിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, 3-4 വർഷമായിട്ട് അടഞ്ഞു കിടക്കുമായിരുന്നു. മൊത്തം പൊടി പിടിച്ചു കിടക്കുമായിരുന്നു. ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചതെന്ന് പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് നല്ല കാര്യം രേവതിക്കുട്ടി. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ കഴിയാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കും സന്തോഷമാവണ്ടേ? അവരുടെ മുറിയെല്ലാം നല്ല ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് സന്തോഷമാവുമെന്ന് പറയണം. ഈ മുറി കണ്ട ഇപ്പോൾ ആരും പറയത്തില്ല ഒരാൾ താമസിക്കാത്ത മുറിയാണ്. ഇവിടെ ഒരു പ്രത്യേക ഐശ്വര്യം പ്രകാശം ഉണ്ടെന്ന് പറയണം. രേവതിക്കുട്ടി പറഞ്ഞു, ഇപ്പം എല്ലാ ദിവസവും ഗ്രേസമാൻറ്റി ഇവിടെ വരും. വന്ന് കുറച്ച് സമയം ഇവിടെ തിരിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന കാണാം. എനിക്ക് സങ്കടം വരും ചിലപ്പം. ശരിക്കും പറഞ്ഞാൽ ആൻറ്റിക്ക് നല്ല മനോവിഷമം ഉണ്ടായിരുന്നു. ആൻറ്റിയുടെ മനോനില വരെ തെറ്റിയെന്ന അങ്കിള് പറഞ്ഞെന്ന് പറയണം. എന്നിട്ട് ആൻറ്റി ഒരു വിധത്തിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന അങ്കിള് കുറേ സ്ട്രഗിൾ ചെയ്യുമെന്ന് പറയണം. ആകെ ഒറ്റമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടായിരുന്ന ആ ഒരു ചേച്ചി അവർ കന്യാസ്ത്രീയാൻ പോവുകയും ചെയ്തില്ലേ എന്ന് പറയണം. ആ സമയം അലീന പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല ദൈവം ചിന്തിക്കുന്നത്. ഇനിയിപ്പം ആൻറ്റിക്കും അങ്കിളിനും തുണയായിട്ട് നീ ഇവിടെ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും വേദനിപ്പിക്കില്ലെന്ന് പറയണം. ഞാൻ അങ്ങനെ വേദനിപ്പിക്കൊന്നും ഇല്ലയെന്ന് പറയണം. ചില സമയം നീ ചില കുറുമ്പതരങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയാം. അത് പിന്നെ വെറുതെ പറയുന്നല്ലേ ചേച്ചി, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരു നിമിഷം ഒന്നും മിണ്ടായിരുന്നു മാറി ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആൻറ്റി വരും. നീ ഇവിടെ എന്തെടുക്കുക, അങ്ങോട്ടേക്ക് വാ, TV കാണാം, അല്ലെങ്കിൽ വർത്താനം പറയാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ എന്നെ പുറത്തു കൊണ്ടുപോകും. എനിക്ക് എന്തൊരു സന്തോഷം അറിയോ, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം. അലീന പറഞ്ഞു, അതെനിക്കറിയാം, എനിക്ക് അത് ഓർത്തിട്ട് നല്ല സന്തോഷമുണ്ടെന്ന് പറയണം. അപ്പോഴേക്കുമാണ് താഴേന്ന് ഗ്രേസമ്മയുടെ വിളി വെച്ചേട്ടെ, രേവതിക്കുട്ടി നീ അലീനയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. ആൻറ്റിയൊക്കെ വന്നിട്ട് വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് മാമച്ചൻ്റെ കയ്യിൽ 2-3 കവറുണ്ടായിരുന്നു. പിന്നീട് മാമച്ചനത് അലീനയിടയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ വാങ്ങാൻ പറയണ. ഇതെന്താ, ഇത് നിനക്കൊള്ളാന്ന് പറയണ. എനിക്കോ? രേവതിക്കുട്ടി നിനക്കാന്ന് തോന്നുന്നത്, ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും എന്ന് പറയാം. രേവതിക്കുട്ടിക്കുള്ളതല്ല, രേവതിക്കുട്ടിക്ക് ഞങ്ങൾ കൊടുത്തോളാം എന്ന് ഗ്രേസമ്മ പറയണ. ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചാന്ന് പറയണ. അല്ല എനിക്കിപ്പോൾ എന്തിനാ ഇതൊക്കെ? ആഹാ അത് കൊള്ളാലോ, എന്തിനാന്നോ ഇവിടെ വന്നിട്ട് എന്തേലും വാങ്ങിച്ചെന്ന് പറയണ്ടേ? ഞങ്ങളുടെ രേവതിക്കുട്ടിക്ക് വേണ്ടി നീ ചുരിദാറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേന്ന് ചോദിക്കും. എന്നിട്ട് പറഞ്ഞ് തുറന്നു നോക്ക്, ഇഷ്ടപ്പെട്ടോന്ന് തുറന്നു നോക്കാൻ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഇഷ്ടപ്പെടുമെന്ന് പറയണം. ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാനിത് പൊന്നുപോലെ നോക്കുമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് രേവതിക്കുട്ടി നിങ്ങളുടെ കാണിക്ക്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി കവർ തുറന്ന് നോക്കണം. രേവതിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അലീന ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേഹത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്. അല്ല ആൻറ്റിക്ക് എങ്ങനെ അറിയാവുന്ന അലീന ചേച്ചിയുടെ അളവുകളും കാര്യങ്ങളൊക്കെ? അത് പിന്നെ അത്യാവശ്യമൊക്കെ എനിക്കൊരു ബോധം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, പിന്നെ അല്ലാതെ. അതെ നിനക്ക് എടുത്തുകൊണ്ട് തന്നിട്ടില്ലേ, നിനക്ക് എടുത്തുകൊണ്ട് നല്ല കൃത്യമല്ലായിരുന്നു ചോദിക്കും. അതെ അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ അലീനയെ കാണുന്നത് നിന്നെപ്പോലെ തന്നെയാന്ന് പറയണം. അലീന പറഞ്ഞു, വെറുതെ എന്തിനാ അങ്കിൾ ആൻറ്റി ഇത്രയും പൈസയൊക്കെ കളഞ്ഞേ, ഇങ്ങനെ പൈസയൊന്നും കളയേണ്ട കാര്യമില്ലായിരുന്നു പറയണം. എവിടെ നിന്ന് 2 ഉടുപ്പെടുത്താനാണ് എത്ര പൈസ ആയത്, അതിന് മാത്രമല്ല പൈസയൊന്നും ആയില്ല. എന്നാലും അത് അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, കൂടുതൽ സെൻറ്റിയൊന്നും അടിക്കണ്ട, ഞങ്ങളുടെ രേവതിക്കുട്ടിയുടെ ചേച്ചിയല്ലേ, അപ്പം ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചണ്ട ഇവിടെ വന്നു കഴിയുമ്പം വെറും കൈയോടെ വിടാൻ പാടുണ്ടോയെന്ന് ചോദിക്കാം. രേവതിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ, അതൊരു നല്ല കാര്യം തന്നെയാണ്, ഞാനിത് അങ്കിളിനും ആൻറ്റിയോടും പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു പറയാം. അയ്യടി എന്നിട്ട് നീ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, അവള് പറയത്തില്ല എന്ന് പറയണം. പിന്നീട് രേവതിക്കുട്ടി ബിരിയാണി വാങ്ങിയിട്ടുണ്ടെന്ന് ചോദിക്കും. ബിരിയാണി വാങ്ങിയിട്ടുണ്ട്, പക്ഷെ നിനക്കില്ല,
നിന്റെ അലീന ചേച്ചിക്ക് ഉള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, എനിക്കറിയാം എനിക്കുണ്ടാവുന്നു, വെറുതെ കള്ളത്തരം പറയണ്ടെന്ന് പറയണം. പിന്നീട് അലീനയോട് പറഞ്ഞു, എന്നാൽ കൈ കഴിയിട്ട് പോരെ, നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറയണം. അങ്ങനെ രേവതിക്കുട്ടിക്കും അലീനയ്ക്കും വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഇഷ്ടങ്ങളാണ് മാമച്ചനും ഗ്രേസമയം നോക്കിയത്. മക്കളില്ലല്ലോ, അപ്പോൾ ആ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആഹാരം കഴിക്കാണ്ടിരുന്ന സമയത്താണെങ്കിലും അലീനയ്ക്ക് കണ്ണു നിറഞ്ഞു പോയി. തൻ്റെ അവിടുത്തെ ജീവിതവും ഇവിടുത്തെ ജീവിതവും വെച്ച് നോക്കിയിട്ടാണെങ്കിൽ ആനയും ആഴും തമ്മിലുള്ള വ്യത്യാസമാണ്. കാരണം അവിടെ തനിക്ക് തീനിമേശയിലിരുന്നൊന്നും കഴിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. രേവതിക്കുട്ടിയെ പിടിച്ചിരുത്തി അവരോട് ഒപ്പം ഇരുത്തിയാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത്. രേവതിക്കുട്ടിയുടെ ഭാഗ്യമാണ് ഈ വീട്ടിൽ വന്ന് കയറാൻ പറ്റിയത്. അവൾക്കിങ്ങനെ നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നൊക്കെ അലീന ചിന്തിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു അലീനയ്ക്കും. അവർ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേവതിക്കുട്ടി പറഞ്ഞു, നേരം വെളുക്കണ്ടായിരുന്നു പറയാം. അതെന്താ, നേരം വെളുത്ത അലീന ചേച്ചി പോകത്തില്ലേ? അലീന ചേച്ചി പോയാൽ എനിക്ക് വിഷമാവെന്ന് പറയാം. പിന്നെ വിഷമാവും പോലും. ഇപ്പം നിന്നെ ഞാൻ അങ്ങോട്ടേലും വിളിച്ചാൽ നീ വരുമോയെന്ന് ചോദിക്കാം, നിന്റെ അങ്കിളിനെ ആൻറ്റീനെ ഇട്ടിട്ട്. അത് പിന്നെ ഇല്ലാന്ന് പറയണം, അത്രേ ഉള്ളൂ. നിനക്കപ്പോൾ അവർ പ്രിയപ്പെട്ടല്ലേന്ന് ചോദിക്കും. ആണോന്നോ? എനിക്ക് അവർ എന്ത് ഇഷ്ടമെന്ന് അറിയാവോ? എന്നെ ശരിക്കും പറഞ്ഞാൽ മോളായിട്ട് അവർ കാണുന്നേ. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെ തന്നെ വേണം നീ അവരെയും കാണാനായിട്ട്. അറിയാലോ, നിന്റെ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് വേണം കാണാനായിട്ട്. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അവരെ നോവിക്കരുതെന്ന് പറയണം. നീ ജോലിക്കാരി എന്നൊരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണമെന്ന് പറയണം. അവർ സ്വാതന്ത്ര്യം തരും, പക്ഷെ നമ്മളത് ദുർവിനിയോഗം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നതിന് തലേ രാത്രി ഒരു ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട്. അലീനയ്ക്ക് ടെൻഷനാണ്. ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ രേവതിക്കുട്ടി പറഞ്ഞു, അതെ, അലീന ചേച്ചിക്ക് അവരെ ശരിക്കും മനസ്സിലാവാത്തോണ്ടാ അലീന ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ. അവർ നല്ല ആൾക്കാരാന്നേ എന്നൊക്കെ പറയാം. അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി രാവിലെ എഴുന്നേറ്റു. അടുക്കളയിൽ കയറി വരണം. കാരണം ഇനിയിപ്പം അവൾ എപ്പോഴാണോ വരുന്നത് എന്ത് ഒന്നും അറിയത്തില്ലല്ലോ. വരുമ്പോഴത്തേനും ബാക്കി എല്ലാവർക്കും പോകണം, ഓഫീസിൽ പോകണം. തനിക്ക് ഓഫീസിൽ പോകണം. അത് മാത്രമല്ല ബബിതയ്ക്കാണെങ്കിൽ കൃഷ്ണമോൾക്കാണെങ്കിൽ സ്കൂളിൽ പോകണം. അപ്പം ലഞ്ച് ബോക്സ് തയ്യാറാക്കണം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കണം. വൈജയന്തി അടുക്കള കിടന്നുകൊണ്ട് ഒച്ചപ്പാടും ബഹളം പെറുപെറുക്കലുമാണ്. ഈ സമയത്ത് ബബിത അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ എനിക്ക് വിശക്കാൻ തുടങ്ങി, ആഹാരം ആയില്ലെന്ന് ചോദിക്കാം. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസമായിട്ട് മനുഷ്യ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. അല്ലമ്മേ അവൾക്ക് 2 ദിവസത്തെ ലീവല്ലേ കൊടുത്തേ, എന്നിട്ട് എന്താ അവൾ വരാത്തേന്ന് ചോദിക്കും. ഇന്നിങ്ങോട്ട് എഴുന്നള്ളൂ എന്ന് പറഞ്ഞ്, ഇനി എപ്പോൾ വരുമെന്ന് ആര് കണ്ടു എന്നൊക്കെ പറയണം. ആ സമയത്ത് വൈജയന്തി പറഞ്ഞു, വന്നെങ്കിൽ വന്നു എന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ, അവളിങ്ങോട്ട് വരായിരുന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരട്ടെ, അവൾക്കിട്ട് ഞാൻ പണി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയണം. അപ്പോഴേക്കും ബബിത പറഞ്ഞു, എൻ്റെ അമ്മേ വരുന്ന ആളെ ഓടിച്ചു വെച്ചിട്ട് അമ്മ പണി മേടിച്ചെടുക്കാതിരുന്നാൽ മതി. അമ്മയ്ക്കിത് എന്തിനാ കേടാ, വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെ നോക്കുന്നു പറഞ്ഞുകൊണ്ട് വേറുള്ളവർക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ജോലിക്കാരനെ കൂടെ പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കണം. കുറച്ച് സമയത്തേക്കൊന്നും മിണ്ടിയില്ല. അതിനുശേഷം വൈജയന്തി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോട് പറഞ്ഞു, അമ്മയുടെ അടുത്തൊന്ന് സംസാരിക്കാനിരിക്കുന്ന ഭേദം. ഇന്ന് മിക്കവാറും കണ്ടു ബാങ്കിൽ പോയിട്ട് അവിടെ എല്ലാവരോടും ദേഷ്യപ്പെടുമായിരിക്കും. വീട്ടിലുള്ള ദേഷ്യം അമ്മ അവിടെയും പോയി തീർക്കൂലോ എന്നൊക്കെ പറയണം. അങ്ങനെ അവിടെ സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് രാവിലെ അലീനെ പോവാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് മാമച്ചനും ഗ്രേസമ്മയൊക്കെ ഉണ്ട്. പിന്നീട് മാമച്ചൻ കുറച്ച് പൈസ എടുത്ത് അലീനയെ കൊടുക്കണം. അപ്പം അലീന പറഞ്ഞു, വേണ്ടങ്ങളെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാം, ഇരിക്കട്ടെ എന്ന് പറയണം. വേണ്ട, എനിക്ക് ആവശ്യമുള്ള പൈസ അവിടെ നിന്ന് ശമ്പളമായിട്ട് തരുന്നുണ്ട്, പിന്നെ എനിക്ക് അധികം പൈസയുടെ ചിലവൊന്നും ഇല്ലയെന്ന് പറയാം. എന്നാലും ഇങ്ങോട്ടേക്കൊന്ന് വരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, പെട്ടെന്നൊന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ പൈസ കൈ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഗ്രേസം വെച്ച്, നീ എന്താടി രേവതിക്കുട്ടി ഇങ്ങനെ നിൽക്കുന്നേ, അല്ലെ നിന്റെ അലീന ചേച്ചി യാത്രയാക്കുന്നില്ലേന്ന് ചോദിക്കാം. ഉണ്ടെന്ന് പറയണേ. പിന്നീട് രേവതിക്കുട്ടി അലീനയെ പോയി കെട്ടിപ്പിടിച്ചു. അതുപോലെ തന്നെ അലീനെ രേവതിക്കുട്ടിയും കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ യാത്ര പറയണം. രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ആ സമയത്ത് ഗ്രേസം പറഞ്ഞു, നീ വിഷമിക്കണ്ടേ, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് അലീന എന്നിട്ട് പറഞ്ഞു, അതെ എന്നാൽ ശരി ആൻറ്റി, നിങ്ങളെ ഞാൻ പോട്ടേന്ന് ചോദിക്കുകയാണ്. ഇനി ഇടയ്ക്ക് എപ്പോഴേലും ഒക്കെ വരാമെന്ന് പറയണം, വരണം കേട്ടോന്ന് പറയണം. അങ്ങനെ അലീന ഗ്രേസമ്മയെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ആരൊക്കെയാണെന്ന് തോന്നി, എൻ്റെ രേവതിക്കുട്ടിക്ക് നിങ്ങൾ ശരിക്കും അച്ഛനും അമ്മയും തന്നെയാണ്, അങ്കിളും ആൻറ്റിയൊന്നും അല്ല. അതുപോലെ നിങ്ങൾ നോക്കുന്നേ, എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായെന്ന് പറയണം. ഒരു പക്ഷേ നിങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ രേവതിക്കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും, അവളെ ഇതുപോലെ തന്നെ മുന്നോട്ട് നോക്കണം. ചിലപ്പോൾ അവൾ എന്തെങ്കിലും കുറുമ്പുതരമൊക്കെ കാണിച്ചെന്നിരിക്കും, അന്ന് നിങ്ങൾ മൈൻഡ് ആക്കരുത് കേട്ടോ എന്നൊക്കെ പറയണം. അതൊന്നും ഓർത്ത് അലീനെ പേടിക്കണ്ട, പോയിക്കൊള്ളാൻ പറയണം. പിന്നീട് അലീന പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്, 2 ദിവസം അവിടെ നിന്നുള്ളൂ, പക്ഷേങ്കിൽ നമ്മുടെ ഏതോ ഒരു വേണ്ടപ്പെട്ട് വീട്ടിൽ പോയിട്ട് തിരികെ പോകുന്നൊരു വിഷമം തോന്നിയെന്ന് പറയണം.
കാരണം നമ്മൾ ബന്ധുവീട്ടിലൊക്കെ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് തിരികെ പോരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് മിസ് ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലൊരു വേദന എനിക്ക് തോന്നുമെന്ന് പറയണം. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, അതൊന്നും ഓർത്തിന് ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. ഇനി ഇടയ്ക്ക് വേണേൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് കാണാൻ വരാം, ഒന്നും വിളിച്ചാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ അലീന തിരിഞ്ഞു നോക്കി പോവാണ്. രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അലീന പോകുന്നതുകൊണ്ട്. ഈ സമയത്ത് വൈജയന്തി അടുക്കള ജോലികളെല്ലാം പെടയും തീർത്തിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് കട്ടക്കലിപ്പായി. കാരണം സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അവൾ വന്നത് അങ്ങോട്ട്. കാരണം ലേറ്റായി ഓൾറെഡി വൈജയന്തി. കാരണം തന്നെ അടുക്കള കിടന്ന് പണിയുന്നതുകൊണ്ട് ജോലിയൊക്കെ തീർക്കണം താമസിച്ചു പോയി. അപ്പം അതിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അലീനയുടെ അടുത്തേക്ക് നിടിച്ചു, അല്ല എന്തിനായിരിക്കും പോലും ഇപ്പം ഇങ്ങോട്ട് വന്നേ, നീ എന്താടി ഇപ്പം ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീനിച്ചു, അതെന്താ മാഡം അങ്ങനെ പറഞ്ഞു ചോദിക്കാം, നിനക്ക് മനസ്സിലായില്ലല്ലേ, നിനക്ക് 2 ദിവസത്തെ ലീവല്ലേ തന്നേ, ഇതിപ്പോൾ എത്രാമത്തെ ദിവസമാണെന്ന് ചോദിക്കണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. വിളിച്ചു പറഞ്ഞ പോലും വേറെയുള്ളവരുടെ ഫോണിൽ നിന്ന് ബാലേന്ദ്രനെ വിളിച്ചു പറഞ്ഞു പോലും നിനക്ക് നാണമില്ലേന്നൊക്കെ ചോദിച്ചോണ്ട് അലീനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ ബൈജെ, എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കാം. ഇത് കണ്ടില്ലേ, ഇവള് തോന്നിയാസം കയറി വന്നിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ ബൈജെ, വെറുതെ മനുഷ്യനെ കുത്തിയിട്ടിരിക്കാൻ നിൽക്കരുത് മോളെ, നീ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറയണം. അലീന അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ നേരെ തിരിയുവാണ് വൈജയന്തി. എന്നിട്ട് പറഞ്ഞു, എല്ലാത്തിനും വളം വെച്ച് കൊടുക്കും നിങ്ങൾ ഒറ്റയെടുത്തനാന്നൊക്കെ പറയണം, ഒന്ന് പോട്ടടി, വെറുതെ മിണ്ടായിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി പോവുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.